എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. ഗോതമ്പ് പൊടി വെച്ചാണ് ഇന്നിവിടെ ഈ പലഹാരം ഞാൻ തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3 തവി ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നു. ഇതിന് ചേരാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. ഒന്ന് മിക്സ് ചെയ്യുന്നു മുട്ടയും പൊടിയും കൂടെ. അതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കാം. സാദാ വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ. ഇനി അതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്ങിന് 1 കപ്പ് തേങ്ങായ, ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത്. ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ശർക്കര പൊടിച്ചെടുത്തത്. ഒരു 3/4 സ്പൂണ് ജീരകവും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ജീരകത്തിന് പകരം ഏലക്കായ ഇട്ടാലും നല്ലതാണ്. ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ടും കട്ടി കുറച്ച് പരത്തിയെടുക്കുക. അതിൻ്റെ ഒരു വശം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ മറിച്ചിടുന്നു. ഇനി നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മറുഭാഗം ഇങ്ങോട്ട് മടക്കി വയ്ക്കുകയാണ്. മൈദയോ ഗോതമ്പ് പൊടിയോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല സുന്ദരമായ ഒരു പലഹാരമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. മാവൊക്കെ കലക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് ചുട്ടെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞ് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നു. ഇങ്ങനെ എണ്ണ തൂത്തിട്ട് 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചിടുക. അപ്പോൾ 2 വശം നല്ലപോലെ ഇതുപോലെ മൊരിഞ്ഞു വരും. ആ മൊരിഞ്ഞു വരുന്ന ഭാഗത്തിന് നമ്മളിത് ദോശക്കല്ലിൽ നിന്ന് എടുക്കാം. അങ്ങനെ മൊരിഞ്ഞ് വന്നു കഴിയുമ്പോഴാണ് അത് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. നല്ല സോഫ്റ്റായ നല്ല രുചികരമായ ഒരു പലഹാരമാണ് ഇത്. ഇതുപോലെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ കലക്കി വെച്ചിരിക്കുന്ന മാവ് മൊത്തം ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന സുന്ദര ടേസ്റ്റോടു കൂടിയ ഒരു പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, നല്ല പലഹാരമാണ്, പെട്ടെന്ന് തയ്യാറാക്കുക. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.